എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പ്രിയദർശൻ സിനിമകൾ ഞാൻ ഭാഗമായിട്ടുണ്ട്. ആ കാലത്ത് പ്രിയൻ മോഹൻലാൽ കോമ്പിനേഷൻ കത്തി നിൽക്കുന്ന കാലമായിരുന്നു. പ്രിയൻ പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. നായകൻ മോഹൻലാലാണ്, നിർമ്മാതാവ് ആനന്ദ്. എനിക്കും അതിലൊരു വേഷമുണ്ട്. പക്ഷേ പ്രിയൻ്റെയും ആനന്ദേട്ടൻ്റെയും കണക്കൂട്ടലുകൾ തെറ്റി. മോഹൻലാലിന് ആ സമയം ഡേറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ ആ സിനിമയിൽ നായകനാക്കാൻ തീരുമാനിച്ചു. നർമ്മസമ്പന്നമായ കഥ, അതിനൊത്ത താരനിര, ശിവസുബ്രഹ്മണ്യം എന്നാണ് എൻ്റെ പേര്. ആദ്യമായി പ്രിയൻ്റെ സിനിമയിൽ നായകനാകുന്ന സന്തോഷം എൻ്റെ ഉള്ളിലുമുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 15 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു. മോഹൻലാലിൻ്റെ പുതിയ സിനിമ ക്യാൻസലായി. നിലവിൽ മോഹൻലാൽ ഫ്രീ ആണ്. അങ്ങനെ ആ നായക കഥാപാത്രം ചെയ്യാൻ പ്രിയൻ വീണ്ടും മോഹൻലാലിനെ സമീപിച്ചു. അപ്പോൾ മോഹൻലാൽ പ്രിയനോട് പറഞ്ഞു, അത് രാജുവിന് പറഞ്ഞു വെച്ച വേഷമല്ലേ, ഞാനത് ചെയ്യുന്നത് ശരിയല്ല. ഈ ഒരു മാസം എനിക്ക് ജോലിയില്ല, എന്നിരുന്നാലും ഞാൻ വെറുതെ ഇരിക്കും. ഒരുപക്ഷെ മോഹൻലാലിന് പകരം മറ്റേതെങ്കിലും നടനായിരുന്നുവെങ്കിൽ നായകവേഷം ഏറ്റെടുത്തതിന് ശേഷം എനിക്ക് മറ്റേതെങ്കിലും വേഷം കൊടുക്കാൻ പറയാമായിരുന്നു. എന്നാൽ ലാൽ അത് ചെയ്തില്ല. പകരം ഞാൻ നായകനാവാൻ വേണ്ടി ഒരു മാസം അദ്ദേഹം ജോലിയില്ലാതെ വെറുതെ ഇരുന്നു. അങ്ങനെ സംഭവിച്ച പടമാണ് ദീം തരികിടത്തോ. മണിയമ്പള രാജു ഖാൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലും ആണ്, നല്ല സുഹൃത്തുക്കളാണ് ഇവർക്ക്. അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നതാണ്. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നായകനായിട്ട് സിനിമ കിട്ടുക, കുറേ കാശ് കിട്ടുക, അപ്പോൾ അത് വേണ്ടെന്ന് വെക്കത്തില്ല ആരും. എന്തെങ്കിലും വേഷം കൊടുക്കുകയുള്ളൂ നടന്നെ. അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ മണിമുള്ള രാജു മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ടും അതുകൊണ്ടാണ് ആ പടം മോഹൻലാൽ വേണ്ടാന്ന് വെച്ചത്.